ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 വിഷയങ്ങളാണ് ഇന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഗ്രേറ്റ് കമ്മീഷൻ സഭയ്ക്കുള്ള നിർദ്ദേശമാണോ? അതായത് ന്യൂ ടെസ്റ്റമെൻ്റ് ചർച്ചിന് കൊടുത്ത കൽപ്പനയാണോ മഹാനിയോഗം? രണ്ടാമത്തേത്, പുതിയ നിയമസഭയായ ബോഡി ഓഫ് ക്രൈസ്റ്റ് സ്ഥാപിക്കപ്പെട്ടത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പെന്തിക്കോസ്ത് ദിവസമാണോ? നാം വിശ്വസിച്ചു പോരുന്നതും പാരമ്പര്യമായി ആചരിച്ചു പോരുന്നതുമായ ചില കാര്യങ്ങളൊക്കെ ശരിയാണോ? ഇതൊക്കെ നമുക്കറിയാനായി ശ്രമിക്കാം. എന്താണ് മഹാനിയോഗം? യേശു ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? എന്താണ് കിങ്ഡം പ്രിൻസിപ്പിൾസ്? ഇതാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? എന്താണ് മഹാനിയോഗം? കർത്താവ് പറയുന്നു ശിഷ്യന്മാരോട്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഇതപ്പോൾ പറഞ്ഞത് ശിഷ്യന്മാരോടാണ്. അവരോട് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. കർത്താവ് എന്താണ് അവർക്ക് കൊടുത്ത ഉപദേശങ്ങൾ? അപ്പം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ കർത്താവ് പഠിപ്പിച്ച കിങ്ഡം പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങൾ എവിടെയാണ് നാം അത് കാണുന്നത്? പ്രധാനമായിട്ടും ഗിരിപ്രഭാഷണത്തിലാണ് കാണുന്നത്. സെർമൺ ഓൺ ദ മൗണ്ട്. അത് പഴയ നിയമത്തിൽ തന്നിട്ടുള്ള ന്യായപ്രമാണത്തെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രമാണങ്ങൾ, പല പ്രമാണങ്ങളുണ്ട്. അത് വിശദമായിട്ട് 5, 6, 7 എന്നീ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 എന്നീ അധ്യായങ്ങളിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് 12 ശിഷ്യന്മാരെ സുവിശേഷ ഘോഷണത്തിനായി അയക്കുമ്പോൾ എന്താണ് പറയുന്നത്? അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ എന്താണ് പറയേണ്ടത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. അപ്പോൾ ഇവിടെയൊക്കെയും നാം കാണുന്നത് കർത്താവ് ന്യായപ്രമാണത്തെയാണ് പഠിപ്പിച്ചത്. കാരണം ന്യായപ്രമാണത്തിൽ അതിലാണ് കർത്താവ് ആ പ്രാധാന്യം നൽകി. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ ശിഷ്യരാക്കിക്കൊള്ളുവാനാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതും. പിന്നീട് രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിനുള്ള അധികാരവും അവർക്ക് നൽകുന്നു. ഈ ന്യായപ്രമാണങ്ങൾ പ്രമാണിക്കത്തക്കവണ്ണം ജനത്തെ ഒരുക്കുവാനും അവരെല്ലാവരും, അതായത്
യഹൂദനിൽ കൂടെയാണ് ഈ സുവിശേഷം ലോകമറിയേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് യഹൂദനെ തിരഞ്ഞെടുത്തത്. രാജകീയ പുരോഹിത വർഗമായിട്ട് തിരഞ്ഞെടുത്ത്, സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത് അവരെ ഇതിനു വേണ്ടി നിയോഗിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ മഹാനിയോഗമായിട്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിലും കാണുന്നത്. എന്നാൽ ഇന്ന് നാം ന്യായപ്രമാണ പ്രകാരമാണോ ജീവിക്കുന്നത്? ന്യായപ്രമാണമാണോ നമ്മൾക്കുള്ള കൽപ്പനകൾ? ഈ പ്രമാണങ്ങളൊക്കെ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങൾ ആണോ പുതിയ നിയമസഭയ്ക്കുള്ളത്? അല്ല. കാരണം ഇന്ന് നാം ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. കർത്താവ് ന്യായപ്രമാണം നിവർത്തീകരിക്കുന്നതാണ് കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നപ്പോൾ സംഭവിച്ചത്. അത് തന്നെയുമല്ല, കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ പാപികളെ രക്ഷിക്കാൻ വേണ്ടി, പാപപരിഹാര യാഗമാകാൻ വേണ്ടി വന്നതാണ്. ഈ പാപപരിഹാര യാഗം പഴയ നിയമത്തിൽ തന്നിരിക്കുന്ന അറ്റോൺമെൻറ്റ് അല്ലെങ്കിൽ പ്രായശ്ചിത്ത യാഗമാണ്. ന്യായപ്രമാണം ജനങ്ങളെ പഠിപ്പിച്ച് അവരും വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ന്യായപ്രമാണം കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഈ കർത്താവ് മഹാനിയോഗത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ ഉപദേശിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ച് അതിൻ പ്രകാരം ജീവിക്കുമ്പോഴാണ് അവരെൻ്റെ ശിഷ്യന്മാരായിത്തീരുന്നത്. അപ്പോൾ ഇത് ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവ് കൽപ്പിച്ചിരുന്ന നിയമങ്ങളാണ്. ദൈവരാജ്യം സ്ഥാപിതമാകണമെങ്കിൽ അത് യഹൂദനിൽ കൂടെയാണ് അത് നടക്കേണ്ടത്. അതുകൊണ്ടാണ് യഹൂദന്മാരായ ശിഷ്യന്മാരോട് കർത്താവ് ഈ ഉപദേശം നൽകി അല്ലെങ്കിൽ ഒരു നിയോഗം നൽകി അവരെ അയക്കുന്നത്. ന്യായപ്രമാണ സഭയ്ക്കും പുതിയ നിയമസഭയായ ബോഡി ഓഫ് ക്രൈസ്റ്റിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ചോദിക്കും, പുതിയ നിയമസഭയ്ക്ക് നിയമങ്ങളൊന്നുമില്ലേ? ഉണ്ട്. നിയമങ്ങൾ എങ്ങനെയാണ് വരുന്നത്? വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ആ വിശ്വാസവും കർത്താവിൻ്റെ കൃപയാൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നാം വിശ്വസിക്കാതെ നമുക്ക് കർത്താവ് നമ്മുടെ രക്ഷിതാവാണ്, നമുക്ക് വേണ്ടി കാൽവറിയിൽ കർത്താവ് യാഗമായി എൻ്റെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുന്നതും പിന്നീട് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതും. ഇനി ഈ വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. ക്രിസ്തുവിൻ്റെ വചനം എന്താണ്? ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടെ നമുക്ക് ലഭിച്ച രക്ഷ. കർത്താവ് അവർക്ക് മഹാനിയോഗം കൊടുത്തു. അത് കഴിഞ്ഞ് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം, നിങ്ങളെ ശക്തീകരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് നിങ്ങൾ യഹൂദ്യയിലും ശമര്യയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾ സുവിശേഷം അറിയിക്കും. ഏത് സുവിശേഷം? ക്രിസ്തുവിൻ്റെ രാജ്യം അല്ലെങ്കിൽ കിങ്ഡം പ്രിൻസിപ്പിൾസിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കും. ഈ ശിഷ്യന്മാർ ഏതു സഭയുടെ അംഗങ്ങളായിരുന്നു? കർത്താവ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. ഇതിനെ ലിറ്റിൽ ഫ്ലോക്ക് എന്ന് വിളിച്ചു കർത്താവ്. അതായത് ചെറിയ ആട്ടിൻകൂട്ടം, അത് സഭയായിരുന്നു. എന്നാൽ സഭ നമുക്കറിയാം, സീനായി മലയിൽ വെച്ച് കർത്താവ് മോശയ്ക്ക് 10 കൽപ്പനകളും മറ്റനേകം കൽപ്പനകൾ അതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയും പാലിച്ച് തൻ്റെ സ്വന്തം ജനമായി അവർ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അപ്പോഴാണ് അവിടെ മരുഭൂമിയിലെ സഭയെന്ന് പിന്നീട് പറയത്തക്കവണ്ണം ഒരു സഭ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ അവർക്ക് കിട്ടിയ നിയമങ്ങളാണ് ഈ കൽപ്പനകൾ അല്ലെങ്കിൽ ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം അവർ എല്ലാവരും പാലിക്കാനായിട്ട് ശ്രമിക്കുമായിരിക്കും, പക്ഷേ എല്ലാവർക്കും അത് പാലിക്കാൻ സാധിക്കുകയില്ല.
അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ തന്നെയും പാപപരിഹാര യാഗവുമൊക്കെ അന്നുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ മൃഗങ്ങളെ യാഗം കഴിച്ചുമൊക്കെ പാപപരിഹാരം നേടിയിരുന്നു. കർത്താവ് വന്നത് തന്നെ യാഗമൃഗമായിട്ട് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് വന്ന് കാൽവറിയിൽ യാഗമായി തീരുന്നു. ആ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിച്ചാണ് പുതിയ നിയമസഭ നിലകൊള്ളുന്നത്. അല്ലാതെ ന്യായപ്രമാണത്തെ പാലിച്ചല്ല പുതിയ നിയമസഭ ഇന്ന് നിലകൊള്ളുന്നത്. എന്നാൽ ഈ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിനോടാണ് കർത്താവ് ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണമെന്ന് പറയുന്നതും അവർക്ക് യോവേൽ പ്രവാചകൻ്റെ ആ പ്രവചനമനുസരിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയും ചെയ്യുന്നു. അന്ന് 3000-ഓളം പേർ പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗം കേട്ട് സഭയോട് ചേർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേത് സഭയാണ്? ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചായിരുന്നു അത്. അല്ലാതെ ഇന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച കൃപയുടെ സുവിശേഷം ഘോഷിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ല. ലിറ്റിൽ ഫ്ലോക്കിനോട് എന്താ പറയുന്നത്? പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. കള്ളൻ അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്കുണ്ടാക്കിക്കൊള്ളുവീൻ. അപ്പോസ്തല പ്രവൃത്തികൾ 2:44 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ നാം എന്താണ് കാണുന്നത്? വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു സഭ അവിടെ ഉണ്ടായിരുന്നു. ആ സഭയോടാണ് ഈ വിശ്വസിച്ചവരെ, ഇനി എന്തിലാണ് വിശ്വസിച്ചത്? യേശുവാണ് അവരുടെ മശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് അവർ വിശ്വസിച്ചു. അതാണ് അവർ വിശ്വസിച്ചത്. അങ്ങനെ വിശ്വസിച്ചവർക്ക് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു എന്ന് നാം പറയാം. അവർ വസ്തുവകകളെയൊക്കെ വിൽക്കാൻ കാരണം എന്താണ്? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതുപോലെ 12-32 മുതലുള്ള വാക്യങ്ങളിൽ വായിച്ച പോലെ നിങ്ങൾക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവീൻ. കാരണം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിക്ഷേപം വേണ്ട, വലിയ നിക്ഷേപം നിങ്ങൾക്ക് ഉണ്ടാകും. എവിടെ? ദൈവരാജ്യത്തിൽ. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആരംഭത്തിനായി കാത്തിരുന്നവരാണവർ. ആരംഭം എന്ന് വെച്ചാൽ ക്രിസ്തു മടങ്ങി വന്ന് ഇവിടെ രാജാവായി വാഴുന്ന ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് അവർ കാത്തിരുന്നത്. അപ്പോൾ അപ്പോഴേക്കും മറ്റുള്ളവരെയും കൂടെ കൽപ്പനകളൊക്കെ പഠിപ്പിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇതാണ് കർത്താവ് ശിഷ്യന്മാർ പഠിപ്പിക്കാനായിട്ട് കർത്താവ് അവരെ ഉപദേശിച്ചത്. അവരെല്ലാം പൊതുവക എന്ന് എണ്ണുകയും എല്ലാം വിൽക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതധികം നാൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നീട് അവിടെ വലിയ തർക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെയായി നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. കാരണം യവനന്മാരുടെ വിധവമാർക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം അവർ കൊടുക്കുന്നില്ല. അപ്പം ഒരു യഹൂദന്മാരും, അതായത് യഹൂദ മതാനുസാരികളും ഒറിജിനലായിട്ടുള്ള യഹൂദന്മാരും തമ്മിലൊരു ഭിന്നതയുണ്ടാകുന്നു. അങ്ങനെയാണ് 7 പേരെ തിരഞ്ഞെടുക്കുന്നതും അവിടെ പ്രൊവിഷൻ്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അവരെ ആക്കുന്നതും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സ്തേഫാനോസിനെ എന്തിനാണ് അവർ എറിഞ്ഞു കൊല്ലുന്നത് തന്നെ യഹൂദന്മാർ? കാരണം ഈ യഹൂദന്മാരാണ് ക്രിസ്തുവിനെ കൊന്നത്. കാരണം അവർ നന്ദിയില്ലാത്തവരാണ്. അത് മിസ്രയീമിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്ന് ദൈവത്തെ അവർ ശരിയായ വിധത്തിൽ ആരാധിക്കാതെ അവനെ വിട്ടുകളഞ്ഞു. അതുപോലെ മശിഹ വന്നിട്ടും നിങ്ങളവനെ സ്വീകരിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സ്തേഫാനോസ് പറഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല.
അപ്പോഴും കുറച്ചു പേർ മാത്രമേ ശരിയായ വിധത്തിൽ കർത്താവിനെ അറിഞ്ഞുള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ കാണുന്നുണ്ട് 120 പേര് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു 3000 പേര് കർത്താവിനെ, അതായത് കർത്താവാണ് മശിഹ എന്ന കാര്യം സ്വീകരിച്ചുവെന്നും. പക്ഷേ പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്നും, അവിടെ സ്തേഫാനോസിൻ്റെ മരണശേഷം അവിടെ ഒരു വലിയ ചിതറിപ്പോക്കുണ്ടാകുകയാണ്. അതായത് യഹൂദന്മാർ പലയിടങ്ങളിലേക്ക്, അതായത് വിശ്വസിച്ചിരുന്നവർ, എല്ലാ യഹൂദന്മാരുമല്ല, കർത്താവിൽ വിശ്വസിച്ചിരുന്നവരെ മറ്റ് യഹൂദന്മാർ അവർ വിരോധിച്ചു. അത് നിമിത്തം അവർ പലയിടങ്ങളിലായിട്ട് ചിതറിപ്പോയി. അവിടെയൊക്കെ അവർ പോയി ദൈവവചനം, അതായത് യേശുവാണ് മശിഹ എന്ന് അവിടെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കുറേയൊക്കെ ആ സഭ വളർന്നു. എന്നാൽ പിന്നീട് നാം കാണുന്നത് അവർ ന്യായപ്രമാണത്തെ വിട്ടുകളഞ്ഞില്ല. പരിച്ഛേദന ഏൽക്കണമെന്ന്, അതായത് ആരൊക്കെ കർത്താവിനെ സ്വീകരിക്കുന്നോ അവരൊക്കെ ഈ സഭയുടെ അംഗമായി തീരുവാണെങ്കിൽ തന്നെയും അവരെന്ത് ചെയ്യണം? യഹൂദ മതത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതാണോ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഇന്നത്തെ സഭ? തീർച്ചയായിട്ടുമല്ല. നാം ചെയ്യുന്നതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും, അന്നത്തെ സഭയല്ല. അതായത് ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന സഭയല്ല ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തെങ്കിലും വലിയ സദ്യകളൊക്കെ നടത്തുമ്പോഴോ എന്തെങ്കിലും ആഘോഷിക്കുമ്പോഴോ നിങ്ങൾ പണമില്ലാത്തവരെയും അംഗഹീനന്മാരെയും അങ്ങനെ ബലഹീനരായവരെയൊക്കെ വേണം വിളിക്കാനെന്ന്. നമ്മളങ്ങനെയാണോ ചെയ്യുന്നത്? അതുപോലെ കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. നിൻ്റെ കൈ എന്തെങ്കിലും വേണ്ടാത്തത് അരുതാത്തത് ചെയ്യുന്നുവെങ്കിൽ നിൻ്റെ കൈ വെട്ടിക്കളയുക. ഇത് നമ്മൾ ചെയ്യാനൊക്കുമോ? നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ അവർ ന്യായപ്രമാണ തൽപരന്മാരായിരുന്നു. അപ്പോൾ അവർ വളരെ കാര്യങ്ങൾ ഇതിനോടൊക്കെ അടുത്ത് നിൽക്കത്തക്കവണ്ണം ചെയ്തുവെങ്കിലും എല്ലാവർക്കും ഇതൊന്നും അനുകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഗലാത്യലേഖനം 3:21 പറയുന്നത്, എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. അതായത് ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു പ്രമാണം. ഇതാണ് ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു പ്രമാണം. വിശ്വാസത്താൽ അല്ലാതെ ഒരു നീതീകരണവും നടക്കുകയില്ല. വാസ്തവത്തിൽ നിയമങ്ങൾ തന്നതുകൊണ്ടൊന്നും അതിന് നമ്മെ ജീവിപ്പിപ്പാൻ കഴിവില്ല. ഗലാത്യലേഖനം 5:4-5 വാക്യങ്ങൾ പറയുന്നത് എന്താണ്? ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അതായത് കർത്താവ് അവരോട് പറഞ്ഞ എന്താണ്? ന്യായപ്രമാണം ആചരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക. എന്നാൽ കർത്താവിൻ്റെ കാൽവറി ക്രൂശിൻ്റെ ആ വിശ്വാസത്താൽ ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് റദ്ദാക്കിയിരിക്കുകയാണ്. ആണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ഈ സഭയാണോ അപ്പോസ്തല പ്രവൃത്തികൾ 2 പറഞ്ഞിരിക്കുന്ന ആ ദൈവസഭ? അല്ല. അത് അന്നത്തെ സഭയുടെ തുടർച്ചയാണ്. ഏത് സഭയുടെ? ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച് എന്നുള്ള സഭയുടെ തുടർച്ചയാണ്. അതിനധികകാലം മുന്നോട്ട് പോകുവാൻ സാധിച്ചില്ല. കാരണം ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിൻ്റെ പ്രധാനിയായിരുന്ന പത്രോസ് അപ്പോസ്തലൻ പോലും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ബാക്കി ശിഷ്യന്മാരെ കൂടെ വിളിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോയി. കാരണം അത്രയുമേ വിശ്വാസമുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇനി കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ. പക്ഷേ വീണ്ടും കർത്താവ് പത്രോസിനെ വിളിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസേ എന്ന് ചോദിക്കുന്നു. എങ്കിൽ നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. പിന്നെയും പറയുന്നു, നീ എൻ്റെ ആടുകളെ പാലിക്കുക, നീ എൻ്റെ ആടുകളെ മേയിക്കുക. ഇങ്ങനെ പറഞ്ഞ്
ആടുകളെ മേയ്ക്കാൻ. ഏതാടുകളെ? തൻ്റെ സഭയാകുന്ന ആടുകളെ, അതായത് ആ ചെറിയ കൂട്ടമായിരുന്ന ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാനാണ് കർത്താവ് പത്രോസിന് ഒരു നിയോഗം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് വെച്ചാൽ ന്യായപ്രമാണങ്ങളാണ്. ഈ നിയമങ്ങളാണ് മറ്റുള്ളവരെയും പഠിപ്പിക്കണമെന്ന് മഹാനിയോഗത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്നും വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നത് ഇത് പുതിയ നിയമസഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ല. ഇത് അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഈ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിൻ്റെ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ പോകാനായിട്ട് പത്രോസ് അപ്പോസ്തലൻ മടിക്കുകയാണ്. അവിടെ ചെന്നിട്ടും പറയുകയാണ്, ഞാൻ യഹൂദൻ ജാതികളുടെ വീട്ടിൽ പോവുകയോ അവിടെ ആഹാരം കഴിക്കുകയോ ഞങ്ങൾക്ക് നിഷിദ്ധമാണ്. എങ്കിലും കർത്താവ് തുപ്പട്ടിയൊക്കെ ഇറക്കി കാണിച്ച് പത്രോസിനെ കൺവിൻസ് ചെയ്യുകയാണ്, ജാതികളുടെ അടുത്തും പോകണം, ആരെയും ചെറുതായി കാണണ്ട എന്നുള്ള ഒരു കാര്യം. 10-ാം അധ്യായത്തിൽ, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്ന് സുവിശേഷം പറയുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ 11-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് വിശ്വാസികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നീ എവിടെ പോയി? കൊർന്നല്യോസ് എന്ന വിജാതീയൻ്റെ അടുക്കൽ പോയി, അല്ലെങ്കിൽ യഹൂദനല്ലാത്തവൻ്റെ അടുക്കൽ പോയി അതിനുള്ള ന്യായീകരണം ചോദിക്കുകയാണ്. അപ്പോൾ പത്രോസ് അതിൻ്റെ ന്യായീകരണം പറയുന്നു, എന്നെ കർത്താവ് ഇങ്ങനെയൊക്കെ കാണിച്ചു, തുപ്പട്ടിയൊക്കെ കാണിച്ച് എല്ലാവരുടെയും അടുത്ത് പോകണമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രമാത്രം ജാതികളെ ഉൾക്കൊള്ളാനായിട്ട് ഈ ശിഷ്യന്മാർക്ക് സാധിച്ചു എന്ന് നാം ഒന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവരൊക്കെ ഇപ്പോഴും യഹൂദ മതാനുസാരികൾ തന്നെയായിരുന്നു. കർത്താവിനെ അവർ വിശ്വസിച്ചു, കാര്യമൊക്കെ ശരിയാണ്. കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി എന്നുള്ളതും അവർക്കറിയാം. എന്നാലും അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവൻ്റെ നാമത്തിൽ നാം രക്ഷിക്കപ്പെടും. അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ, അതായത് യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾ കിങ്ഡം പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ട് തീരും. അതാണ് അവരപ്പോഴും പഠിപ്പിക്കുന്നത്. എന്നാൽ 9-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ശൗല് മാനസാന്തരപ്പെടുന്നതായിട്ട്. കർത്താവ് പ്രത്യേകമായ ആ ഒരു എൻകൗണ്ടറിൽ ശൗലിനോട് പറയുകയാണ്, ശൗലിനെ പ്രത്യേകമായി ജാതികൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണെന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തികൾ 11-19 മുതൽ 21 ഇങ്ങനെ വായിക്കുന്നു, സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുറേനക്കാരും കുപ്രോസ്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. അങ്ങനെ ആ സഭ വളരുകയാണ്. എന്നാൽ വിശുദ്ധ പൗലോസിൻ്റെ ആ മാനസാന്തരത്തിന് ശേഷം 13-ാം അധ്യായമാകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുകയാണ്. മാനസാന്തരത്തിന് ശേഷം യെരൂശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ പൗലോസ് ആഗ്രഹിച്ചു. എന്നാൽ അവനൊരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ അവിടെയൊക്കെയും വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. യേശുവാണ് തങ്ങളുടെ മശിഹ എന്ന് അവരെല്ലാവരോടും പറഞ്ഞു. കുറേ പേരൊക്കെ വിശ്വസിച്ചു. എങ്കിൽ തന്നെയും പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ കൂടെയൊക്കെയും നമ്മൾ മനസ്സിലാക്കുന്നത് അവരിപ്പോഴും ന്യായപ്രമാണ തൽപരന്മാർ തന്നെയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 11-25 അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ, അവനെന്ന് ഇവിടെ പറയുന്നത് ബർന്നബാസിനെ കുറിച്ചാണ്. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവരൊരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി.
വച്ചാണ് അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കാൻ തുടങ്ങിയത്. 13-ാം അധ്യായത്തിൽ നാം കാണുന്നത് അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അപ്പോൾ പൗലോസിനുള്ള നിയോഗം മഹാനിയോഗമാണോ? അല്ല. ഇത് ജാതികളുടെ അടുത്തേക്ക് പൗലോസിനെയും ബർന്നബാസിനെയും അയക്കുകയാണ്. അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികളെന്നൊക്കെ പേര് കിട്ടി. ഇവർ രണ്ടുപേരും, അവരുടെ കൂടെ മർക്കോസുമുണ്ട്, മാർക്ക് ജോൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹവുമുണ്ട്. അവർ പെർഗയിൽ പോയി അവിടെ നിന്നും പിസിദ്യയിലുള്ള അന്ത്യോക്യയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ശബത്ത് ദിവസം സിനഗോഗിൽ പോയി ഇവർ പ്രസംഗിക്കുകയാണ്. എന്താണ് പ്രസംഗിച്ചത്? ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും കർത്താവ് എങ്ങനെയാണ് വർഷങ്ങളായിട്ട് അവരെ പരിപാലിച്ചു പോരുന്നത്, എങ്ങനെ ജാതികളിൽ നിന്നും അവരെ വിടുവിച്ച് സൂക്ഷിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചുമൊക്കെ പൗലോസ് അവിടെ പ്രസംഗിച്ചു. അപ്പോൾ അവർക്കത് കുറച്ച് പേരൊക്കെ കേട്ട് വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, ഇനിയും ഞങ്ങൾക്ക് കുറച്ചുകൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അടുത്ത ആഴ്ചയും വരുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അടുത്ത ആഴ്ചയും ഞങ്ങളിവിടെയുണ്ട്, ഞങ്ങൾ വരാം. 37-ാമത്തെ വാക്യം 13-37 ഇങ്ങനെ വായിക്കുകയാണ്: ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെയും ആ നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും, അത് ആരൊക്കെ കർത്താവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുന്നോ, കർത്താവിൽ വിശ്വസിക്കുന്നോ, അങ്ങനെയുള്ള ഏവർക്കും ഇവനാൽ നീതീകരണം ലഭിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ഈ വിഷയമാണ് പ്രധാനമായും പൗലോസ് അവിടെ പ്രസംഗിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഇനി ഒരാഴ്ചയും കൂടി ഇതൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹം വന്നു. എന്നാൽ അടുത്ത ആഴ്ച, ഈ ആഴ്ച വന്നതിനേക്കാൾ വളരെയധികം ആളുകൾ അവിടെ വന്നുകൂടി അവരോട് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സംസാരത്തിന് വിലങ്ങുതടിയായി നിന്നത് അവിടെയുണ്ടായിരുന്ന യഹൂദന്മാരാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവർ അവരോട് സംസാരിച്ച ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. മുഴുവനും ദൈവവചനം കേൾക്കാനായിട്ട് അവിടെ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അങ്ങനെയാണ് യഹൂദന്മാരുടെ ഇടയിൽ നിന്നും പൗലോസ് ജാതികളുടെ അടുത്തേക്ക് തിരിയുന്നത്. ഇവിടെ പറയുന്നത്, നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നുവെന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. ഇനി 14:3 വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ച്
പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. ഇത് കർത്താവാണ് അവരെ ശക്തീകരിക്കുന്നത്. അവർക്ക് വരം നൽകുകയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ അനേകം പേര് ജാതികളിൽ നിന്നും ഉള്ളവർ കർത്താവിനെ സ്വീകരിച്ചു, കർത്താവിനെ വിശ്വസിച്ചു. ഇതാണ് നമ്മൾ വീണ്ടും കാണുന്നത് 15-ാമത്തെ അധ്യായത്തിൽ. അവിടെ വലിയ ഒരു തർക്കമുണ്ടാകുകയാണ്. എന്താണ് തർക്കം? യെരുശലേമിൽ നിന്നും വന്ന കുറച്ച് പേര്, യഹൂദിയയിൽ നിന്നും വന്ന ചിലരെന്താ പറയുന്നത്? നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് ഉപദേശിക്കുക. എന്നിട്ടോ പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കത്തെപ്പറ്റി യെരുശലേമിലുള്ള മറ്റ് ശിഷ്യന്മാരോട് അഭിപ്രായം ചോദിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു തീരുമാനമുണ്ടാകുന്നത് എന്താണ്? ഇവർക്ക് ഇനി കൽപ്പനകളൊന്നും ആചരിക്കാൻ അവരോട് പറയണ്ട, ചില കാര്യങ്ങൾ മാത്രം അവരോട് പറയുക. എന്താണ്? അതായത് ശ്വാസം മുട്ടിച്ചത്തത്, രക്തം, വിഗ്രഹാർപ്പിതം ഇതൊന്നും കഴിക്കരുത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ബാക്കി മറ്റൊരു നിയമവും അവർക്ക് വേണ്ട. കാരണം ന്യായപ്രമാണം കൊടുത്താൽ അവർക്കത് ബുദ്ധിമുട്ടാണ്. അത് അവരുടെ കൃപയുടെ സുവിശേഷത്തിലാണ് അവർ വിശ്വസിക്കേണ്ടത്. അത് ന്യായപ്രമാണത്തിന് വിടുവിപ്പാൻ കഴിയാത്ത ചില കാര്യങ്ങളിൽ നിന്നും ആ മോചനം ലഭിക്കേണ്ടതിന് വേണ്ടി കർത്താവിൽ വിശ്വസിച്ചാൽ മതിയെന്നുള്ള കാര്യം. ഈ സംഭവത്തെ യഹൂദൻ അവരുടെ ഇടയിൽ യെരൂശലേമിലെ ആലോചനാ സഭ അല്ലെങ്കിൽ ജെറുസലേം കൗൺസിൽ എന്ന് പറയും. അപ്പോൾ ഈ കൗൺസിൽ നടക്കാനുള്ള കാരണം എന്താണ്? യഹൂദ മതാനുസാരികളായ ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നവർ ന്യായപ്രമാണത്തിൽ ഊന്നി എല്ലാ കാര്യങ്ങളും ന്യായപ്രമാണ പ്രകാരം ചെയ്യാൻ ആഗ്രഹിച്ചു. അത് തന്നെ അവർ ജാതികളിൽ നിന്ന് വരുന്നവരോടും പറഞ്ഞു, നിങ്ങൾ ആദ്യം യഹൂദ മതത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിച്ച് കഴിഞ്ഞേ ഈ ക്രിസ്ത്യാനിയാകാൻ നിങ്ങൾക്ക് സാധ്യമാകുകയുള്ളൂ. ഇതുതന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ക്രിസ്ത്യാനിയാകാനായിട്ട് ആദ്യം യഹൂദനാകേണ്ട ആവശ്യമില്ല, യഹൂദൻ ആകേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞത് നിങ്ങൾ എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അതേതാണ്? കിങ്ഡം പ്രിൻസിപ്പിളിനാണ് അത് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കൃപയാൽ നാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ കിങ്ഡം പ്രിൻസിപ്പിളും അല്ലെങ്കിൽ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ ചർച്ച് ദാറ്റ് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. അപ്പോൾ ആദ്യം കർത്താവ് പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. പിന്നീട് പറയുന്നത്, ഈ ആട്ടിൻകൂട്ടത്തിൽ ഇല്ലാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവരും എൻ്റെ ആടുകൾ തന്നെയാണ്, അവരെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. അപ്പം ചെറിയ ആട്ടിൻകൂട്ടവുമുണ്ട്. അതാണ് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ആ ചെറിയ ആട്ടിൻകൂട്ടത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. 2 പത്രോസ് 3:15 വാക്യം: അങ്ങനെ തന്നെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ
ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങൾ പഠിച്ചാലേ അത് സാധ്യമാകുകയുള്ളൂ. അതിനായിട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.